നമ്മുടെ കൂടെ ഒരു വിശിഷ്ട വ്യക്തി ചേരുന്നത്. ദാരിദ്ര്യം ഇല്ലാത്ത ഇന്ത്യ, ഭിക്ഷാടനം ഇല്ലാത്ത ഇന്ത്യ, ഇതൊക്കെ പ്രാബല്യത്തിൽ ആക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. അത് മറ്റാരുമല്ല, കുറെ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്ത, അവരുടെ വിശപ്പടക്കിയ ഒരു വ്യക്തി, അവർക്ക് നല്ല വസ്ത്രം കൊടുത്ത ഒരു വ്യക്തി, കിടന്നുറങ്ങുവാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനം കൊടുത്ത വ്യക്തി, നല്ല വിദ്യാഭ്യാസം കൊടുത്ത വ്യക്തി, നല്ല കായിക അഭ്യാസങ്ങൾ പഠിപ്പിച്ച വ്യക്തി, മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിച്ച വ്യക്തി. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ അപര്യാപ്തമാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ജോസ് മാവേലി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഒരു തീരാ ശാപമാണ് ഈ കാണുന്നത്. ഏകദേശം 500ഓളം ചെറിയ ടെന്റുകളിൽ എന്താ പറയുക, പട്ടിയും പൂച്ചയും പാമ്പും എല്ലാം പരിദേശിൽ കിടക്കുന്ന ഈ സ്ഥലത്ത് പാവം മനുഷ്യ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജീവിക്കുന്ന കാഴ്ച കണ്ടോ? ഭയങ്കര ദയനീയമല്ല ഈ കാഴ്ച? ആരുണ്ട് ഇവരോട് സഹായിക്കാനായിട്ട്, ഇവരെ രക്ഷിക്കാനായിട്ട്? ഇതിപ്പോൾ ഞങ്ങള് സാറിപ്പോൾ സുനിൽ ജോസാണ് സാറിൻ്റെ പേര്. സാറ് ഇവിടെ ഒരു സ്കൂളിലെ ഒരു മെയിൻ അധ്യാപകനാണ്. കോഴിക്കോട് ഭാഗത്താണ് വീട്. ഇവിടെ വന്ന് സാർ സെറ്റ് ചെയ്തിട്ട് ഏകദേശം 20 വർഷമായി. സാറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ചേരികളിൽ ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് സുനിൽ സാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദ്യാൻ സൊസൈറ്റി എന്ന പേരിലുള്ള ഒരു സംഘടനയുടെ പേരിലാണ് സാർ നടത്തുന്നത്. ഇപ്പോൾ ജനസേവാ ശിശുഭവൻ ഇതിനു വേണ്ടി ഒന്ന് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളും സാറിനൊപ്പം കൈകോർക്കാൻ വന്നിരിക്കുകയാണ്. ഈ ഇവിടുത്തെ കുട്ടികളെ മുഴുവൻ നമുക്ക് രക്ഷിക്കണം, ഇവർക്കും ജീവിതം കൊടുക്കണം. ഏകദേശം ഒരു 1000ഓളം കുഞ്ഞുങ്ങളുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ തമ്പടിച്ച് കിടക്കുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക, പട്ടിണി കോലങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. കമോൺ 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 ആയ 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 ആയ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് മുഴുവനും. ഈ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ വരുന്നില്ല. അപ്പോൾ ഇവർക്കൊരു ജീവിതം നൽകണം. ആ ജീവിതം നൽകുന്നതിന് വേണ്ടി ജനസേവാ ശിശുഭവൻ, തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന മഹത്തായ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സുനിൽ സാറായിട്ട് കൈകോർത്തുകൊണ്ട് അത് ആ വലിയൊരു വിപ്ലവത്തിന് വേണ്ടി നമുക്ക് മുന്നോട്ട് എല്ലാവരും വരണം. എല്ലാ സുമനസ്സുകളും ഇതോടൊപ്പം സഹകരിക്കണം. നമുക്ക് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഇവരും നമ്മുടെ മക്കളാണ്. ഈ മക്കളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് ഭാരത മക്കളാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറണം. അതുകൊണ്ട് എല്ലാ സുമനസ്സുകളും ഇവരെ സഹായിക്കാനായിട്ട് രംഗത്ത് വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ജനസേവാ ശിശുഭവൻ കഴിഞ്ഞ 25 വർഷമായിട്ട് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെരുവ് മക്കളത്തെ ഇന്ത്യ എന്ന ലക്ഷ്യത്തിന് വേണ്ടി. അപ്പോൾ കേരളത്തിലെ തെരുവുകുട്ടികളെല്ലാം ഒരുവിധം തീർന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ സംരക്ഷിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സുനിൽ സാറായിട്ട് കൈകോർത്തുകൊണ്ട് ജനസേവാ ശിശുഭവൻ നമ്മുടെ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ രാജസ്ഥാനിലുള്ള അജ്മീർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ അജ്മീരിലുള്ള ഈ ചേരികളിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് പഠിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത്. അവർക്കൊരു ജീവിതം കൊടുക്കണം. ആ ജീവിതം കൊടുക്കാൻ വേണ്ടി സുനിൽ സാറുമായിട്ട് ഞങ്ങൾ കൈകോർക്കുന്നു. ഉദ്യാൻ സൊസൈറ്റി എന്ന സംഘടനയുമായി കൈകോർക്കുന്നു. അതിന് എല്ലാ സുമനസ്സുകളും സഹകരിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേട്ടില്ലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ? കേട്ടില്ല? അദ്ദേഹം ഇവിടെ നിന്ന് തന്നെ, അതായത് ഈ കേരളത്തിൽ തന്നെ പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹം മാറിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ അദ്ദേഹത്തെ ഒരുപാട് ഉപദ്രവിച്ചു. അദ്ദേഹം നമ്മുടെ ഈ തെരുവോരങ്ങളിൽ അലയുന്ന കുറെ കുട്ടികൾക്ക് അന്നം കൊടുത്തു, അവരെ വിദ്യാഭ്യാസം നൽകി, അവർക്ക് നല്ല കായികാഭ്യാസങ്ങളൊക്കെ കൊടുത്തു, അവരെ സുരക്ഷിതമായിട്ട് അവരെ ഒരു സ്ഥലത്ത് പാർപ്പിച്ചു. ജനസേവാ ശിശുഭവൻ അല്ലെ, ജനസേവാ ശിശുഭവനിൽ ഒരുപാട് ആളുകൾ അവിടെ സന്ദർശനത്തിന് എത്തുമായിരുന്നു അല്ലെ. സിനിമാ ഫീൽഡിലുള്ള അനവധി ആളുകൾ ജനസേവാ ശിശുഭവന്റെ മക്കളോടൊപ്പം ആടുകയും പാടുകയും എല്ലാത്തിനും ഒരു കാലത്ത് ജനസേവാ ശിശുഭവൻ എന്ന് പറയുമ്പോൾ തെരുവോരം നമ്മൾ ഓർമ്മ വരുമ്പോൾ, തെരുവിൽ കഴിയുന്ന കുട്ടികൾക്ക് നമ്മൾ ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു സ്ഥലമാണ് ജനസേവാ ശിശുഭവൻ. ജനസേവാ ശിശുഭവനിലെ ജോസ് മാവേലി അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം എന്തുമായിക്കോട്ടെ, അദ്ദേഹം ഇത്രയും കുട്ടികൾക്ക് 10,000ഓളം കുട്ടികളെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു നേരത്തെ വിശപ്പ് അല്ലെ, നിങ്ങൾക്ക് ആരെങ്കിലും പറ്റോ? ഇല്ല. ഒരു നേരത്തെ വിശപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് ആരെ കൊണ്ട് പറ്റില്ല. കുറ്റം പറയാൻ എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കേരളത്തിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു അവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിൽ കഴിയാവുന്ന എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. ഒരു ഭിക്ഷാടനമില്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണ്ടത് ഭിക്ഷാടനം ഇല്ലാത്ത ഒരു ഇന്ത്യയാണ്, കേരളമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വരാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നാടും നഗരവും വിനോദ് ചക്ക.